നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനി എന്താവും ദിലീപിന്റെ അടുത്ത നീക്കം? അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത എതിരാളികൾക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായി വരുമോ? നഷ്ടപ്പെട്ട ഇമേജ് ഇനി എങ്ങനെയാവും ദിലീപ് തിരിച്ചു പിടിക്കുക? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നടിയെ ആക്രമിച്ച കേസ്, അതിൽ കോടതി വിധിക്ക് ശേഷം പൊതുവിൽ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായമുണ്ട്. ഇനിയും ദിലീപിന്റെ സമയമാണ് വരാൻ പോകുന്നത്. സ്ഥാനമാനങ്ങളും പദവിയും അംഗീകാരവുമെല്ലാം ദിലീപിന് തിരിച്ചു കിട്ടും. ഇത്തരം ഊഹങ്ങൾ അതെല്ലാം വാസ്തവമായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സിനിമാ മേഖലയിലെ ഒരു വിഭാഗം ദിലീപിനെ സ്വീകരിക്കാനായി തയ്യാറായിട്ടുള്ളതും. കോടതി വിധി വന്ന അതേ ദിവസം തന്നെ ദിലീപിനെ ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാനുള്ള തീരുമാനം ആ സംഘടനയുടെ തലപ്പത്തുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് ആവശ്യപ്പെടുന്നുവെങ്കിൽ അഭിനേതാക്കളുടെ സംഘടന അമ്മയിലേക്കും അദ്ദേഹത്തിന് തിരികെ പ്രവേശനം ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ദിലീപ് ശ്രദ്ധ വയ്ക്കുന്നത് മറ്റു ചില കാര്യങ്ങളിലാണ്. സിനിമാ സംഘടനകളിലേക്കുള്ള തിരിച്ചുവരവിനേക്കാൾ തന്നെ കുരുക്കിയ എതിരാളികളെ അവരെല്ലാം മുൻനിർത്തി തന്നെ തന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക, അതിലാണ് നടൻ ഇപ്പോൾ ശ്രദ്ധ വയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ അത്തരത്തിലുള്ളതാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനും സാധിക്കും. തന്നെ ക്രിമിനൽ ഗൂഢാലോചനയുടെ കുടുക്കിയവർ എന്ന് ദിലീപ് പറയുന്ന കുറെ വ്യക്തികളുണ്ടല്ലോ, അവരെ എല്ലാം നിയമത്തിന്റെ മാർഗത്തിലൂടെ തിരിച്ചടിക്കുക, അതിലേക്കാണ് കാര്യങ്ങളുടെ നിലവിലെ പോക്ക്. പോലീസ് ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുമാണ്. അതേപോലെ തന്നെ അമ്മ സംഘടനയിലെ ദിലീപിനെതിരായി നിലപാടെടുത്ത ഏതാനും യുവ നടീനടന്മാരുണ്ട്. അവരും ദിലീപിന്റെ എതിർ പട്ടികയിൽ തന്നെയാവും സ്ഥാനം പിടിക്കുക, അതിലും സംശയമൊന്നുമില്ല. എതിരാളികളെ ടാർഗറ്റ് ചെയ്ത് അവരെ കൃത്യസമയത്ത് ഒതുക്കുന്നതിനും അതിനു വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും മിടുക്ക് കാട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിമർശകർക്കിടയിൽ ദിലീപ് അറിയപ്പെടുന്നതൊക്കെ. ഇവിടെയും അത് തന്നെയാവും സംഭവിക്കുക. കാരണം കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷം പുറത്തു വരുമ്പോൾ ദിലീപ് നടത്തിയ ഒരു പ്രതികരണമുണ്ടല്ലോ, അതിന്റെ രീതികൾ കണ്ടാൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തവുമാണ്. നിരപരാധിയാണ് താൻ, നിരപരാധിയെ ചതിയിൽപ്പെടുത്തിയാണ് കള്ളക്കേസ് ഉണ്ടാക്കിയത്, ജീവിതം നശിപ്പിക്കാനായാണ് തിരക്കഥ തയ്യാറാക്കിയത്. സാധാരണഗതിയിൽ ഇത്ര ഷാർപ്പായി, അതായത് വ്യക്തമായതും മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതുപോലെയുമുള്ള ഒരു അഭിപ്രായം ഇത്രത്തോളം സംഘർഷഭരിതമായ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളിൽ നിന്നും വരിക സ്വാഭാവികമല്ല. പ്രത്യേകിച്ചും വിവാദമായ ഒരു കേസിന്റെ വിധി വന്നതിന് തൊട്ടു പിന്നാലെയുള്ള ഒരവസ്ഥയിൽ. ഇനിയിപ്പം ഇതിന് മറ്റൊരു വെർഷൻ കൂടി പറയാനും സാധിക്കും. വർഷങ്ങളായി വലിയ ബുദ്ധിമുട്ടുകൾ കേസും കൂട്ടുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ദിലീപ്. അപ്പോൾ സ്വാഭാവികമായും സ്വന്തം നിരപരാധിത്വം തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം ഭാഗം വ്യക്തമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത്. കുറ്റവിമുക്തനാക്കപ്പെടും എന്നൊരു ആത്മവിശ്വാസം ഒരു പക്ഷെ ദിലീപിനുണ്ടായിരുന്നിരിക്കും. അങ്ങനെ വരുമ്പോഴും മുൻകൂട്ടി മനസ്സിൽ പറഞ്ഞുറപ്പിച്ച വാക്കുകളാവും പുറത്തു വരാനുള്ള സാധ്യത. പറഞ്ഞത് എന്തായാലും അത് മനസ്സിൽ പറഞ്ഞുറപ്പിച്ച വാക്കുകൾ പോലെയാണ് തോന്നിയതും. ഒപ്പം വ്യക്തമായ ഒരു ഉന്നം ലക്ഷ്യം വെച്ചുള്ളവയുമായിരുന്നു ആ വാക്കുകൾ. ആ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹം ആരെയെല്ലാം ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാവും. മുൻ ഭാര്യ മഞ്ജുവിനെ, പോലീസ് ഉദ്യോഗസ്ഥരെ, മാധ്യമ പ്രവർത്തകരെ എന്നിവരെ പ്രത്യക്ഷത്തിൽ എടുത്തു കാട്ടുന്നുണ്ടെങ്കിൽ അവരിൽ മാത്രം ഒന്നും ഒതുങ്ങുന്നതായിരിക്കില്ല ഈ ലിസ്റ്റ് എന്നും തോന്നുന്നു. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരമാവധി സംയമനം പാലിച്ചുകൊണ്ടാണ് ദിലീപിന്റെ ആദ്യത്തെ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ ഒരു പതിവില്ലാത്ത ഒരു ഗാംഭീര്യവും ഘനതയും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. കോടതി വിധിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇരയാക്കിയവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് ദിലീപ് പറയുമ്പോൾ അതിലൂടെ ഒരു വലിയ എഫക്റ്റാണ് അദ്ദേഹം സൃഷ്ടിക്കാനായി ശ്രമിക്കുന്നത്. പ്രതി എന്ന നിലയിൽ നിന്നും ഒരാൾ വാദി എന്ന നിലയിലേക്കുള്ള മാറ്റം അത് അത്ര ചെറിയ ഒരു കാര്യമല്ല. കാരണം ആക്രമിക്കപ്പെട്ട നടിയെ പോലെ നീതി തേടുന്ന ഒരാളായി ദിലീപ് മാറുകയാണ് എന്നതാണ് ഇതിന്റെ ട്വിസ്റ്റ്. വേട്ടക്കാരൻ എന്ന് വിശേഷിപ്പിച്ചവരുടെ ഇടയിൽ കൂടി ഇര എന്ന നിലയിലേക്കുള്ള നടന്റെ മാറ്റമാണ് ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ദിലീപിന് നീതി ലഭിച്ചു എന്ന കമന്റുകളും ഇതിനോട് കൂട്ടി വായിക്കുമ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനായും സാധിക്കും. ചെറിയ കളികളൊന്നുമല്ല ഇനി നടക്കാനായി പോകുന്നത് എന്നും സാരം. ഒരു സമയത്ത് കേരളം ഒന്നടങ്കം രാജ്യദ്രോഹി എന്ന് വിളിച്ച് സമൂഹം മാറ്റി നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു നമ്പി നാരായണൻ. ISROയിലെ ഈ മുൻ ശാസ്ത്രജ്ഞനെ ഇന്ന് കേരളം എത്ര അനുതാപത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്കറിയാം. നഷ്ടപ്പെട്ട കരിയറും പോയ വർഷങ്ങളും എല്ലാം മുൻനിർത്തി ചിലരെല്ലാം നമ്പി നാരായണനുമായാണ് ദിലീപിനെ സാമ്യപ്പെടുത്തുന്നതും. നിഷേധിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങളെ നിയമത്തിന്റെ പാതയിലൂടെ ആയിരുന്നല്ലോ നമ്പി നാരായണൻ നേടിയെടുത്തതും പ്രതികരിച്ചതുമെല്ലാം. സമാനമായ രീതിയിലാണ് ദിലീപിന്റെയും നീക്കം.
ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോടതി വിധി വന്നതോടെ ദിലീപിനെ പിന്തുണയ്ക്കാനായി തയ്യാറായി കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട് എന്നത്. കോടതി വിധി അംഗീകരിക്കണം എന്നെല്ലാമാണ് പലരും പറയുന്നതെങ്കിലും ചില അടിയൊഴുക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്നും വ്യക്തമാണ്. കേരളത്തിലെ ഇടതു സർക്കാർ നടനെതിരായി അനീതി പ്രവർത്തിച്ചു എന്ന തരത്തിലും ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശൊക്കെ ഇത്തരത്തിലൊരു വ്യാഖ്യാനമാണ് മുന്നോട്ട് വെക്കുന്നതും. സംഘപരിവാർ അനുകൂല സോഷ്യൽ മീഡിയയും കുറേശ്ശെയായി നടനു വേണ്ടി രംഗത്തെത്തിയിട്ടുമുണ്ട്. ദിലീപിനെ കുടുക്കിയത് മട്ടാഞ്ചേരി മാഫിയ ആണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണവും ഇതിനിടയിലൂടെ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുമുണ്ട്. താൻ കുറ്റവാളിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് ദിലീപ് പറയുമ്പോൾ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലില്ല എന്ന ബുദ്ധിപൂർവമായ ഒരു നിലപാടും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഇതേസമയം ഇതിലെ അപകടം മുൻകൂട്ടി കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറയുന്ന അത്തരമൊരു സാധ്യതയെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ കേസിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വിധിക്കെതിരായി അപ്പീൽ പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ എല്ലാം അവസാനിച്ചെന്ന മറ്റുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും. എല്ലാവരും അത്തരത്തിലൊരു പ്രതികരണവുമാണ് നടത്തുന്നത്. കേസൊക്കെ കഴിഞ്ഞു, ഇനി ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനായി പോകുന്നില്ല എന്ന മട്ടാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നതും. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്ന ചോദ്യത്തിന് സ്ഥാനമില്ലാത്ത തരത്തിലാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. നീതി തേടിയവൾ അവൾ ചിത്രത്തിൽ നിന്നും മായ്ക്കപ്പെടുന്നു. അതേ സ്ഥാനത്തേക്ക് പുതിയൊരാൾ നീതിക്കായി കയറി നിൽക്കുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂറുമാറിയ സാക്ഷികൾ, കോടതി മുറിയിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങളും അവഗണനകളും, പ്രധാന രേഖകളിലൊന്നായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ സംഭവിച്ച മാറ്റം, PT തോമസ് MLA പോലെ ശക്തനായ ഒരാൾക്ക് പോലും നേരിടേണ്ടി വന്ന സമ്മർദ്ദം താങ്ങാനാവാതെ പിൻവാങ്ങിയ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ഭാഗം കോടതി മുറിയിൽ പരിഗണിക്കപ്പെടുന്നില്ല, പലപ്പോഴും അപമാനിക്കപ്പെടുകയും ചെയ്തു എന്ന് അതിജീവിതയുടെ നെഞ്ചുരുക്കങ്ങൾ. ഇനി ഒരു അതിജീവിത രംഗത്ത് വരുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. മധുര നഗരിയെ ചുട്ടരിച്ച കണ്ണകി, ചതിക്കപ്പെട്ടവളുടെ ശരികളെ വീണ്ടെടുക്കാനായി വന്ന നീലി, സ്വയം നീതി തേടി ഇറങ്ങേണ്ടി വന്ന സ്ത്രീകൾ, അവർ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നതും. ചരിത്രവും സംസ്കാരവും അതാണ് ശരിവെക്കുന്നതും. വീണ്ടും ദിലീപിലേക്ക് വരുമ്പോൾ വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ ഈ നടന്റെ ഇന്റർവ്യൂകളും പ്രതീക്ഷിക്കാവുന്നതാണ്. കേസിന്റെ വിചാരണ സമയത്തെ ദിലീപിനെ ആയിരിക്കില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കോടതി കുറ്റവിമുക്തനാക്കി എന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല താനും. ടെലിവിഷൻ അഭിമുഖങ്ങളും ഇനിയും പ്രതീക്ഷിക്കാം. നേരത്തെ തന്റെ എതിരാളികൾക്കെതിരായി നടൻ നടത്തിയ ചില പരാമർശങ്ങളുണ്ടല്ലോ, ഇനിയും അത് ആവർത്തിക്കുമോ എന്നതും കണ്ടറിയണം. സിനിമാ മേഖല, നിയമപാലകർ, മാധ്യമപ്രവർത്തകർ എല്ലാം ഗൂഢാലോചനകളുടെ അച്ചുതണ്ടുകളായി കാണുന്ന ദിലീപ് അവരെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമിക്കാൻ മുതിരുമോ അതോ കുറച്ചുകൂടി സംയമനത്തോടെയുള്ള പ്രതികരണമാവോ ഉണ്ടാകുക എന്നതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും ദിലീപിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ജനപ്രീതിയെ വീണ്ടെടുക്കുക എന്ന് തന്നെയാവും. അതത്ര എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല താനും. കേരളത്തിലെ നല്ലൊരു വിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ, ദിലീപ് സിനിമകളോട് നിലവിൽ ഒരു അകൽച്ച കാട്ടുന്ന ഒരു അവസ്ഥ നിലനിൽപ്പുണ്ട്. കേസ് വന്നതോടെ കുടുംബ പ്രേക്ഷകരുടെ സ്വീകാര്യത നഷ്ടമായതാണ് ദിലീപ് സിനിമകളുടെ പരാജയത്തിന് പിന്നിലെ കാരണം. വിജയിക്കുമായിരുന്ന പല സിനിമകളും പരാജയപ്പെട്ടതും നടനെതിരെ കേസ് വന്നതിന് ശേഷമാണ്. ഈ ഒരു പ്രതിസന്ധി മറികടന്നാൽ മാത്രമാണ് ദിലീപിന് ഇനി നടനെന്ന നിലയിൽ മടങ്ങിവരവ് സാധ്യമാവും. മലയാളികൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. വാനോളം പൊക്കും, താഴ്ത്തിയാൽ പിന്നെ തിരിച്ചു കയറാൻ കുറച്ചു ബദ്ധപ്പാടുമാണ്. ജനപ്രിയ നായകൻ എന്ന പേരിൽ ദിലീപിനെ സ്നേഹിച്ച ഒരു കൂട്ടം പ്രേക്ഷകർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ഥാനം, ആ പഴയ സ്ഥാനം വീണ്ടെടുത്താൽ മാത്രമേ നടൻ എന്ന നിലയിൽ ദിലീപിന് അതിജീവനം സാധ്യമാവൂ.